ഇന്ന് എന്റെ പൂച്ചക്കുട്ടികൾക്ക് രാവിലത്തെ ഭക്ഷണത്തിന്റെ കൂടെ കുറച്ച് ക്യാരറ്റും മത്തങ്ങയൊക്കെ വേവിച്ചു കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ കൊടുക്കുന്ന നല്ലതാണെന്ന് ഇവരുടെ ഡോക്ടർ പറഞ്ഞിരുന്നു. ഇവർക്ക് വേണ്ട വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കിട്ടാൻ ഇങ്ങനെ വെജിറ്റബിൾ കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. മീനിന്റെ കൂടെ മിക്സ് ചെയ്താൽ ഇവര് ഇത് അത്രയും അങ്ങോട്ട് കഴിക്കില്ല. പക്ഷെ ചിക്കനിലാവുമ്പോ അറിയാതെ കഴിച്ചോളും. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് ഇവരെ നേരത്തെ തന്നെ കൂട്ടിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും നല്ലോണം വിശന്നു തുടങ്ങിയായിരുന്നു. കൂട്ടി കിടന്ന് നല്ല ബഹളമായിരുന്നു. പിന്നെ ചിക്കനും മത്തനും എല്ലാം കൂടി വേവിച്ചു വന്നപ്പോഴത്തേനും അത്യാവശ്യം സമയമായി. അതുകൊണ്ട് തന്നെ കൂട്ടി കിടന്ന് ചെവിതല കേൾപ്പിക്കാത്ത രീതിയിൽ ബഹളമായിരുന്നു. അങ്ങനെ കൂടൊക്കെ തുറന്നു വിട്ടു. ഇവന്മാർ ഓരോരുത്തരായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ കൂട് തുറന്നാല് എല്ലാം കൂടി ഒരുമിച്ച് ഇറങ്ങി വരില്ല. കുറച്ചു പേര് കൂട്ടിലിരുന്ന് ഇങ്ങനെ അന്തിച്ചിരുന്ന് ആലോചിക്കും, കൂട്ടിൽ നിന്ന് ഇറങ്ങണോ അതോ ഇവള് കൂട്ടിലോട്ട് കൊണ്ട് തരുമോ എന്നുള്ള രീതിക്ക്. എന്നാലും ഓരോരുത്തരായിട്ട് ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ കുറച്ചു പേര് എന്നോട് ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാ ഇവർക്ക് ഇലയിൽ ഭക്ഷണം കൊടുക്കുന്നത്, പാത്രത്തിൽ കൊടുത്തൂടെയെന്ന്. ഞാൻ അങ്ങനെ പ്ലേറ്റിൽ കൊടുത്തായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാല് ഇവര് ഭക്ഷണം കഴിച്ച് ബാക്കി വെച്ച ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നായ്ക്കുട്ടന്മാര് വരും. അപ്പൊ ഈ നായ്ക്കൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് കഴിച്ച പാത്രത്തിൽ തന്നെയാ കഴിക്കുക. അപ്പൊ ഈ അലഞ്ഞു നടക്കുന്ന നായ്ക്കളല്ല, വാക്സിൻ ഒന്നും എടുക്കാണ്ട്. അപ്പൊ അങ്ങനെയുള്ള നായ്ക്കളിൽ നിന്ന് ഇവർക്ക് ഈ വൈറസ് പിടിച്ച അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒത്തിരി പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഓരോരുത്തരുടെയും പാത്രം സോപ്പും വെള്ളം ഉപയോഗിച്ച് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്കാ. ഈ ഇലയാവുമ്പോൾ ഇതെടുത്ത് തീയിലിട്ടാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇലയിൽ ഇവർക്ക് കൊടുക്കണേ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതാ ഇവര് കളി തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ മെയിൻ പരിപാടിയാണ് വണ്ടിയുടെ ടയർ മാന്തുക, പിന്നെ സീറ്റ് മാന്തി പൊളിക്കുക എന്നുള്ള പരിപാടികളൊക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു വണ്ടി ഇവർക്ക് അതിനായിട്ട് മാറ്റി വെച്ചേക്കുകയാണ്. ഇവർക്ക് ഈ നഖം ഇങ്ങനെ കിരികിരിക്കും. അപ്പൊ എന്തിലെങ്കിലും ഇട്ട് മാന്തണം ഇവർക്ക്. അതാണ് അവരങ്ങനെ ചെയ്യണേ. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവര് കളിക്കാനും പോയി. ഞാൻ അപ്പൊ എന്റെ പരിപാടിയിലേക്ക് നടക്കുകയാണ്. ഇവരുടെ കൂട് ഞാൻ ഒരു ഒന്നരാടം കൂടുമ്പോൾ സോപ്പ് പൊടിയും കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയിടും. കുറച്ചു നേരം ആ മിക്സ് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കും. അപ്പൊ കളികളുടെ ഇടയിൽ കൂടി എവിടുന്ന് ഒരു കിളിക്കുഞ്ഞിനെയും പിടിച്ചു വന്നിട്ടുണ്ട്. ഇവർക്കുള്ള ഒരു പരിപാടിയാണ് കിളി, അണ്ണാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ പിടിച്ചുകൊണ്ടുവരുന്നത്. ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ കൂട് തകർന്നൊക്കെ വീഴുമല്ലോ. അപ്പൊ അണ്ണാൻ കുഞ്ഞിനെയും കിളിക്കുഞ്ഞിനെയും ഒക്കെ ഇവർ എടുത്തോണ്ട് വരും. ഭാഗ്യത്തിന് ഇവർ അതുങ്ങളെ ഒന്നും കൊല്ലില്ല. കൊല്ലാണ്ട് കടിച്ചു പിടിച്ചിട്ട് എന്തോ വലിയ ട്രോഫി കിട്ടിയതുപോലെയൊക്കെ കടിച്ചു പിടിച്ച് വീടിനകത്തോട്ട് കൊണ്ടുവരും. എന്നിട്ട് അവിടെ ഇട്ട് ഇങ്ങനെ തട്ടിക്കളിക്കാൻ നോക്കും. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവരെ പിടിച്ചെടുത്തിട്ട് കുഞ്ഞു കൂടുകളിൽ മിക്കവാറും ഞാൻ ആക്കി വെക്കുക എലിക്കെണിയാ. കാരണം വേറെ എന്തെങ്കിലും കൂടാണെങ്കിൽ ഈ പൂച്ചക്കുട്ടന്മാരെ കൈയിട്ട് തോണ്ടിയിട്ട് അതുങ്ങളെ പുറത്തോട്ട് വലിച്ചെടുക്കും. അപ്പൊ ഈ എലിക്കെണി ആവുമ്പോൾ കൂട്ടിലുള്ളവർക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല, ഇവർക്ക് കൈയിട്ട് എടുക്കാനും പറ്റില്ല. അപ്പൊ എന്റെ അടുത്തുള്ള ഒരു എലിക്കെണി ഞാൻ അതിനായിട്ട് സ്ഥിരമായിട്ട് വെച്ചേക്കാണ്. ഇപ്പൊ ഇന്നും അതേപോലെ എവിടുന്നോ ഒരു കിളിക്കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കിളിക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വീടിന് ചുറ്റും പറന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ എലിക്കെണ്ണി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതിലിന്റെ പൊക്കത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ അച്ഛൻ കിളിക്കും അമ്മ കിളിക്കും മനസ്സിലായി അതിന്റെ കുഞ്ഞ് ഇവിടെയാണെന്നുള്ളത്. അപ്പൊ അവര് ആ കൂട്ടിന് ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ട് കിടക്കുകയാണ്. എലിക്കെണിക്ക് ചുറ്റും പറന്നുകൊണ്ട് കിടക്കുക. പക്ഷെ ഈ പൂച്ചക്കുട്ടന്മാര് പുറത്തുള്ളത് കാരണം അവർക്ക് കുഞ്ഞിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഈ പൂച്ചക്കുട്ടന്മാരുടെ കൂട് കഴുകിയിട്ടത് കാരണം എനിക്ക് ഇവരെ പിടിച്ച് കൂട്ടിലാക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇനി കൂടൊക്കെ ഉണങ്ങിയതിന് ശേഷം ഇവരുടെ പേപ്പറൊക്കെ വിരിച്ച് വൃത്തിയാക്കി ഈ പൂച്ചക്കുട്ടന്മാരെയൊക്കെ കൂട്ടിൽ കയറ്റിയിട്ട് വേണം ഇനി ആ കിളിക്കുഞ്ഞിന് അതിന്റെ അച്ഛനും അമ്മയുടെ അടുത്ത് എടുത്തു വെക്കാൻ. അപ്പൊ ഇതാ മതിലിന്റെ പൊക്കത്ത് ആ കൂട് നോക്കിയിട്ട് അങ്ങനെ എല്ലാരും ഇരിപ്പാണ്. തൊട്ട് മുകളിലായിട്ട് ഇവര് മാറിയിട്ട് കിളിക്കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആയിട്ട് കിളിയമ്മയും വന്നിരിക്കുന്നുണ്ട്. രണ്ടോ അതിലധികമോ പൂച്ചകളെ നായ്ക്കളെ ഒക്കെ വളർത്തുന്ന എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ, ഇത്രയും പൂച്ചകളെ അല്ലെങ്കിൽ നായ്ക്കളെയൊക്കെ വളർത്തുന്നതിനാ കൊണ്ടുപോയി കളഞ്ഞൂടെ എന്നുള്ളത്. പിന്നെ നമ്മൾ കേൾക്കാണ്ട് അവര് പറയുകയും ചെയ്യും. ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞ കാര്യം, അതുകൊണ്ടാണ് പറയണത്. അവരുടെയൊക്കെ കയ്യിൽ, അതായത് എൻ്റെ അടുത്തൊക്കെ പൂത്ത പൈസയാണ്. പിന്നെ പട്ടിക്കും പൂച്ചയ്ക്കും തിന്നാൻ കൊടുക്കണതിന് എന്താ കുഴപ്പം, ആ പൈസ ഉണ്ടെങ്കിൽ വല്ല പാവങ്ങളെ സഹായിച്ചൂടെ എന്ന്. ഇങ്ങനെ പറയുന്നവരോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് നേരായിട്ടും അറിഞ്ഞൂടാ. കാരണം നമ്മുടെ ഒരുപാട് അത്യാവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇവർക്ക് 3 നേരം ഭക്ഷണം കണ്ടുപിടിക്കാനുള്ള പൈസയൊക്കെ നമ്മൾ റെഡിയാക്കുന്നത്. അത്യാവശ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത്യാവശ്യങ്ങൾ നമ്മൾ ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. പൂത്ത പൈസ പോയിട്ട് അന്നന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള
ബുദ്ധിമുട്ടുകൾ സഹിക്കണ ഒരുപാട് പേരെ എനിക്കറിയാം. ഇതുപോലെ റെസ്ക്യൂ നടത്തുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും ഓരോരുത്തർ കരഞ്ഞു പറയുന്നത് കേട്ടിട്ടുണ്ട്. നാളെ ഇവർക്ക് എന്ത് കൊടുക്കും ആലോചിച്ചിട്ട് ടെൻഷൻ സഹിക്കാൻ പറ്റണില്ല എന്നുള്ളത്. കാരണം അത്രയും പൂച്ചകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിക്കൊന്നും നമ്മുടെ കയ്യിൽ ഫണ്ട് നിൽക്കില്ല. നമ്മൾ എത്രയൊക്കെ കരുതി കഴിഞ്ഞാലും അതിന്റെ ഇടയിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീർന്നു. കാരണം ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ സാധാരണ എന്റെ പൂച്ചക്കുട്ടന്മാർക്ക് ഇതേപോലുള്ള വൈറൽ അസുഖങ്ങളൊന്നും വരുമ്പോ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയിടത്തോളം എനിക്ക് പണി കിട്ടിയത് കൊണ്ട് തന്നെ പ്രൈവറ്റ് ആശുപത്രിയിലാണ്, നല്ല പ്രൈവറ്റ് ആശുപത്രിയിലാണ് നമ്മൾ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ എന്തെങ്കിലും വൈറൽ ഫീവർ, ഈ ഫെലൈൻ പാൻലൂക്കോപീനിയ എന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ 2 നേരം ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഇഞ്ചക്ഷൻ എടുക്കണം. എന്നാലൊക്കെ ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓട്ടോ വിളിക്കുന്നു, ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കണ ഇവരുടെ കയ്യിൽ നല്ല പൂത്ത പൈസ ഇരിക്കുകയാണെന്നുള്ളത്. പക്ഷെ നമ്മള് അധിക ചെലവ് വരുമ്പോൾ നമ്മൾ അതൊക്കെ മാനേജ് ചെയ്യണത് ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൊന്നും പൊടിയൊക്കെ കൊണ്ടുപോയി പണയം വെച്ചിട്ടോ വിറ്റിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതെന്താ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജീവനോളം സ്നേഹിച്ചിട്ടാണ് ഇവരെ വളർത്തുന്നത്. അപ്പൊ നമുക്ക് ഇവരെ രക്ഷിച്ചെടുക്കല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ ഒത്തിരി സ്വർണം നമ്മൾ ദേഹത്തിട്ട് നടക്കണേനെക്കാട്ടി സമാധാനമാണ് നമ്മൾ അതൊക്കെ ചെലവാക്കിയിട്ട് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. ഇതൊക്കെ എൻ്റെ പൂച്ചക്കുട്ടന്മാർക്ക് ഞാൻ വാക്സിൻ എടുത്തിട്ടുള്ള എൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ കാറ്റിന്റെയും പിന്നെ റാബീസിനുള്ള വാക്സിൻ്റെതും പിന്നെ അല്ലാണ്ട് ഇവരൊക്കെ അസുഖങ്ങൾ വരാണ്ടിരിക്കാനുള്ള വാക്സിൻ എടുത്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കാണുമ്പോൾ ആൾക്കാർ ഒരു രസത്തിന് ഇങ്ങനെ, രസത്തിനല്ല അവർ വിചാരിക്കണം അങ്ങനെയുണ്ട്. ഒരുപാട് കാശുണ്ടായിട്ട് ഇവർക്ക് അത് ചെലവാക്കാനുള്ള വഴി അറിയാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് തീർക്കുകയാണ്. ആ കാശുണ്ടെങ്കിൽ വല്ല പാവങ്ങളെ സഹായിച്ചൂടെ എന്നൊക്കെ. ഇപ്പോ എന്നെപ്പോലെ അല്ലെങ്കിൽ ദൈവം സഹായിച്ചിട്ട് എനിക്ക് കടം വാങ്ങിയൊന്നും ഇവരെ ചികിത്സിക്കേണ്ടി വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി ഒന്നില്ലെങ്കിൽ വിൽക്കുകയോ പണയം വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒന്നിലധികം നായ്ക്കുട്ടന്മാരെയും പൂച്ചകളെയൊക്കെ വളർത്തുന്നവരെ നോക്കിയിട്ട് ദയവായിട്ട് അവർക്ക് വട്ടാണെന്നോ അല്ലെങ്കിൽ പൂത്ത പൈസ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും പറയരുത്. കാരണം അന്നന്ന് കഴിഞ്ഞു പോവാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ അവർക്ക് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മുടെയൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇവരെ നമ്മൾ നോക്കുന്നത്. അപ്പൊ സഹായിച്ചില്ലെങ്കിലും കൂടി ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് വേദനിപ്പിക്കരുത്. കാരണം നന്നായിട്ട് അത് വേദനിക്കും. നമ്മള് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവരെയൊക്കെ നോക്കുന്നത്. ഒരു 2-ലധികം പൂച്ചകളെ നോക്കുന്നവർക്ക് അറിയാം ഇവരെ നോക്കി കൊണ്ടുവരണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ട് സഹിക്കണം എന്നുള്ളത്. അപ്പോ സഹായിച്ചില്ലെങ്കിലും ആരും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക. കാരണം പലരും അവരവരുടെ അത്യാവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഈ മിണ്ടാപ്രാണികൾക്ക് 3 നേരം ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. കൊറോണ കാലം മുതലാണ് ഞാൻ പൂച്ചേനെ വളർത്താൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഇടയിൽ സന്തോഷം തരുന്നതും സങ്കടം വരുന്നതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ മരിക്കുന്നത് വരെ മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തരുന്ന ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടാ.